ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ. നമ്മൾ ഒരു ഫാമിംഗ് ഹൗസിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഫാം ഹൗസിലത്തെ ബാക്കിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയത് വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ഈവനിങ് ആവാറായപ്പോഴാണ് കേട്ടോ എത്തി. അപ്പോൾ നമ്മൾ വന്ന ഉടനെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ കുഞ്ഞും ബോളൊക്കെ കൊണ്ടിട്ടാട്ടോ വന്നേ. അപ്പോൾ ഏട്ടനും കുഞ്ഞും ബോൾ കളിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ഫാമറിൻ്റെ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും വരും കേട്ടോ കുഞ്ഞിയുടെ കൂടെ കളിക്കാൻ. പിന്നെ ഇവിടെ അവക്കാഡോൻ്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവക്കാഡോൻ്റെ മരമൊക്കെ കാണുന്നത്. പക്ഷെ കുറേയൊക്കെ പച്ചനെയായിരുന്നു, കുഞ്ഞിയ അവക്കാഡോസ് ആയിരുന്നു. പക്ഷേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവക്കാഡോസൊക്കെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്തൊക്കെ പൊട്ടിച്ച് കഴിച്ച കുഴപ്പമൊന്നുമില്ലയെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഫാർമറിൻ്റെ ഒരു ഡോഗ്. ഇതിൻ്റെ പേര് മോളി എന്നാണ്. അവൾ നല്ല ഡീസൻ്റ് ആയിരുന്നു കേട്ടോ, അങ്ങനെ മേത്തിക്കൊന്നും ചാടില്ല. പക്ഷെ വേറൊരു നായക്കുട്ടി ഉണ്ടായിരുന്നു. അവളാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോഴേക്കും മേത്തിക്ക് ചാടി ഭയങ്കര പരാക്രമമായിരുന്നു കേട്ടോ. ഇപ്പം ഭയങ്കര ഡീസൻ്റ്. ആദ്യമൊന്നും ബോൾ കളിക്കാൻ അറിയണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞിയുടെ കൂടെ കളിച്ച് അവസാനം ആൾ മൂക്കൊണ്ട് തട്ടി ബോൾ കളിക്കാൻ പഠിച്ചു. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ലൊക്കേഷനായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി ഒരു സമ്മർ ടൈമിലാണ് പോയെങ്കിലും അന്നത്തെ ദിവസം ഒരു ക്ലൗഡി ആയിട്ട് മഴ പെയ്തുമില്ല. ചെറിയ മഴ അങ്ങനെ ചാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ഭയങ്കര മഴ ഒന്നും വന്നില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയൊരു പോണ്ടൊക്കെ ഉണ്ട്. അവർ തന്നെ ഡാം എന്നൊക്കെ പറയണേ. അപ്പോൾ അതിൽ നമ്മുടെ ലോബ്സ്റ്ററൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ അകത്ത് ഒരു ഫിഷ് ടാങ്ക് പോലെ വെച്ചിട്ട് അതിൽ ലോബ്സ്റ്റേഴ്സിന് ഇട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും മേടിച്ചില്ല, കാരണം എനിക്കൊന്നാമത് അത് ക്ലീൻ ചെയ്യാനോ വെക്കാനൊന്നും അറിയില്ല. പിന്നെ നമ്മളെന്തിനാണ് റിസ്ക് എടുക്കണേ. പിന്നെ ഇന്നത്തെ ദിവസം ബോൾ കുറേ നേരം കളിക്കുന്നുണ്ട്. പക്ഷേ പിറ്റേ ദിവസം നമ്മുടെ മറ്റൊരു ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവൾ വന്നിട്ട് ലിയോന്ന അതിൻ്റെ പേര്, ഇത് മോളി. അപ്പോൾ അവൾ വന്നിട്ട് ബോൾ കടിച്ച് പൊട്ടിക്കും. പിന്നെ ബോൾ കളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ദേ കണ്ട കുഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ 1 ഡേക്ക് വേണ്ടിയിട്ട് വന്നത്. പക്ഷേ ഇവിടെ ഒരു 2 or 3 days ഒക്കെ നിൽക്കാൻ പറ്റുന്ന ചിലരൊക്കെ 1 വീക്കൊക്കെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ റിവ്യൂസിൽ നോക്കിയപ്പോൾ കുറേ പേര് 1 വീക്കൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്ന ദിവസം നല്ലൊരു ദിവസം ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഫുൾ ആ ഒരു ഫീലൊന്നും കിട്ടില്ല. പിന്നെ ഇതൊരു Airbnb ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് കഴിക്കാൻ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു വില്ലേജ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടമാണ് കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ കഴിക്കും, പക്ഷെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനും പറ്റണമല്ലോ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചിക്കൻ കറിയും പിന്നെ പത്തിരി, നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് പത്തിരി, നമ്മുടെ ഫ്രോസൺ പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഒന്ന് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞ് ഭയങ്കര കളി തന്നെയാണ്. കുഞ്ഞ് റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല കേട്ടോ. അവൾ ഇപ്പോഴും പറയും, ഇപ്പോൾ നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ട് 2 മാസമൊക്കെ ആയി, എന്നാലും കുഞ്ഞ് ഇപ്പോഴും പറയും എന്നാൽ ഇനി ഫാർമറിൻ്റെ വീട്ടിൽ പോകണേന്ന്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ അടിച്ചായിരിക്കും. കുഞ്ഞു കുട്ടികൾ അവിടെ അലോ ചെയ്യില്ല. പിന്നെ നമ്മൾ അഡീഷണൽ റിക്വസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കയറിയത്. അപ്പോൾ ഏകദേശം നൈറ്റ് ആവാറായി. നൈറ്റ് ഒരു 8 o'clock എന്തോ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നല്ല വ്യൂ ആട്ടോ. ഫാർമറിൻ്റെ വീട് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, ആളുടെ ഒറിജിനൽ വീട് അപ്പുറത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും അടിക്കേണ്ടത്, അയ്യോ നമ്മളിവിടെ തന്നെയാണല്ലോ എന്നൊന്നും പേടിക്കേണ്ടതൊന്നും വന്നില്ല. നല്ല വൈബാണ്. അങ്ങനെ എനിമൽസ് ഒന്നും വന്നില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങനെ മൃഗങ്ങൾ വരാം, മിക്കവാറും കാങ്കറൂസ് എന്തൊക്കെ ആയിരിക്കും വരാം. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു നൈറ്റായിരുന്നു. അപ്പോൾ കാലത്ത് ഞാനും ഏട്ടനും ഒരു 5:30 ആവാറായപ്പോഴേക്കും എണീറ്റു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇത്ര നേരത്തെ എണീക്കണമെന്നൊക്കെ എണിച്ചിട്ട് ഇരുന്നു. പിന്നെ ഏട്ടൻ വേഗം എണീറ്റ് നടക്കാൻ പോയിട്ടോ, കാരണം ഇന്ന് നമ്മൾ ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പോൾ ഏട്ടനാണെന്ന് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല എന്നിട്ട് നടക്കായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ പതുക്കെ ഒരു സ്ലോ മോർണിംഗ് ഒക്കെ ആയിരുന്നു. ഞാൻ കുക്കറിൽ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിസിലാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് വന്നേ, ഇല്ലെങ്കിൽ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുമല്ലോ. അപ്പോൾ നല്ലൊരു
സിറ്റി ആയിരുന്നു കേട്ടോ മോർണിംഗൊക്കെ. അപ്പോൾ കുറച്ച് നേരം നടക്കാൻ, പിന്നെ അവിടെ ഈ ആടുകൾ ഉണ്ട്. അപ്പോൾ ആടുകളെ നോക്കാനാണ് നായക്കുട്ടികളും അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ മോളി അവരുടെ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ അത് ഞാൻ നോക്കാൻ പോയതാണ്. എനിക്കത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ട് നമ്മൾ സ്റ്റോറീസിലൊക്കെ വായിക്കാറുണ്ടല്ലോ ആട് മേയ്ക്കുന്ന നായക്കളുടെ കഥയൊക്കെ. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് കേട്ടോ. അവരെ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും വരില്ല. അവരിങ്ങനെ ആടിനെ നോക്കി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇടക്കണ്ണൊക്കെ ഇട്ട് നോക്കും. പക്ഷേ നമ്മുടെ അടുത്തേക്ക് വരില്ല കേട്ടോ. കാരണം അവർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ഭയങ്കര റെസ്പോൺസിബിളാണ് ഡ്യൂട്ടിയിലൊക്കെ. അപ്പോൾ പാലൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ കോഫി എന്തോ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ മേടിച്ചു അവരുടെ കോഫി എടുത്ത് വെക്കുകയെന്ന്. പിന്നെ ഞാൻ മേടിച്ചു വേണ്ട, ചിലപ്പോൾ എനിക്കിഷ്ടമായില്ലെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കോഫി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കോഫി പൗഡർ. എനിക്ക് അങ്ങനത്തെ കുറച്ച് നിർബന്ധങ്ങളുണ്ട്. ചില സാധനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കണ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊരു ചായ അല്ലെങ്കിൽ കാലത്ത് കഴിഞ്ഞിട്ടൊരു ചായയൊക്കെ കഴിക്കാൻ വെച്ചാൽ നമ്മുടെ ആ ടേസ്റ്റിന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണ തന്നെ കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമല്ല. പക്ഷേ എനിക്ക് അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും റിസ്ക് എടുക്കാൻ നിൽക്കാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോഫി പൗഡർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കോഫിയും കുഴപ്പമില്ല. ചില കോഫികൾ ഭയങ്കര എന്നിട്ടാ കയ്പ്പ് പോലെ തോന്നും കേട്ടോ. അത് എത്ര കുറച്ചിട്ടാലും അങ്ങനെയാ തോന്നുള്ളൂ. പിന്നെ ഇവരൊക്കെ കൂടുതലും ഈ കോഫി കഴിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ നെസ്കഫേയുടെ എന്തോ ആണ് മേടിച്ചിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും കുറവ് വരല്ലോ എന്ന് വെച്ചിട്ട് ഞാനെല്ലാം ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞ് എണീറ്റിട്ടില്ല. കാരണം കുഞ്ഞ് ഇന്നലെ വന്നപ്പോൾ തൊട്ടിട്ട് ബോൾ കളിയായിരുന്നല്ലോ. അതുകൊണ്ട് കുഞ്ഞ് ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാട്ടെ എനിക്ക് ഒരു 9 മണി 10 മണി ആവാറായപ്പോഴാണ് എനിറ്റേന്ന് തോന്നുന്നു. നമുക്ക് 10 മണിക്ക് അങ്ങോട്ട് പോകണം. ഞാൻ ഇങ്ങനെ ആലോചിച്ച് പറയണത് വേറെ ഒന്നുമല്ല. 2 മാസമായി ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഞാനെല്ലാം മറന്നു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് പിന്നെ കുറേ നേരം ഇതുപോലെ നമ്മൾ പുറത്തൊക്കെ ഇരുന്ന് ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ടി വി ഒന്നും വെക്കാൻ നമുക്ക് തോന്നില്ല. കാരണം നമുക്ക് ഇങ്ങനെ പുറത്ത് വന്ന് ഇരിക്കാനേ തോന്നുള്ളൂ. ഇതാണ് ഈ ലുയ്യക്കുട്ടി. ഇതിന് മുന്നേ ഞാൻ ഡോർ തുറന്ന് വരുമ്പോഴേക്കും അവൾ എൻ്റെ മേത്തേക്ക് ചാടി. അപ്പോൾ എനിക്ക് അങ്ങനെ ചാടണമൊന്നും ഇഷ്ടമല്ല. എനിക്ക് നായ്ക്കളെ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ മേത്തേക്ക് ചാടുന്ന പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതും വലിയ നായല്ലേ. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞ് നായക്കുട്ടികളാണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ്. അങ്ങനെ പിടിക്കാനും എടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിലും ഇഷ്ടം പൂച്ചക്കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കാനാണ് കേട്ടോ. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിൽ പൂച്ചയില്ല, നായില്ല. എൻ്റെ നാട്ടിലുണ്ട് കേട്ടോ. നാട്ടിൽ നായ ഒരെണ്ണം വീട്ടിലും ഉണ്ട്, അല്ല അകത്തും ഉണ്ട്, പുറത്തും ഉണ്ട്. പൂച്ചയൊന്നുമില്ല. പിന്നെ ഇവിടെ കോമൺ ആണ്. നമ്മൾ കുട്ടികളെ വളർത്തുന്ന പോലെയാണ് എല്ലാവരും നായ്ക്കളെയും പൂച്ചകളെയൊക്കെ വളർത്തുക കേട്ടോ. അപ്പോൾ കുഞ്ഞ് എണീറ്റ് വന്നപ്പോൾ കുഞ്ഞ് പറഞ്ഞു ചെറിയൊരു തൊണ്ടവേദന ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം കൊടുക്കാം കേട്ടോ. അപ്പോൾ ആൾക്ക് ഇവിടെ നിന്ന് പോവണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കുഞ്ഞിക്ക് പാലുണ്ട് കൊടുക്കാൻ. അതുപോലെ പിന്നെ ഞാൻ എന്തോ മാംഗോ ഒക്കെ കൈ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുള്ളൂ കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അതുണ്ടായിരുന്നുള്ളൂ. കുക്ക് ചെയ്യാനൊന്നും ഒന്നുമില്ല. പിന്നെ നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മുടെ പത്തിരിയും ഇന്നലത്തെ ചിക്കൻ കറിയും ബാക്കിയുണ്ട്. പിന്നെ അത് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും നമ്മൾ പോണ വഴിക്ക് ഇനി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മൾ പോകുമ്പോൾ മാർഗരറ്റ് റിവർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ വഴി പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ ഈ ബീച്ചസിൻ്റെയൊക്കെ സ്ഥലമാണ്. അപ്പോൾ ഞാൻ 2-3 ലൊക്കേഷൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷെ നമ്മളിവിടെ നിന്ന് ആടിപ്പാടി ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് മാത്രം കഴിച്ച് നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ചെയ്ത്. നമ്മളവിടെ വേറെ ഒന്നും കാണാൻ നിന്നില്ല. കാരണം നമ്മൾ മാർഗരറ്റ് റിവറിൻ്റെ സിറ്റിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്നും പിന്നെയും 15 കിലോമീറ്ററൊക്കെ പോയിട്ടാണ് ഓരോ ലൊക്കേഷൻസിലേക്ക് എത്തുക. പിന്നെയും നമുക്ക് അവിടെ നിന്ന് 3 അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തില്ല. പക്ഷേ നമ്മൾ ഇവിടെ നന്നായി എൻജോയ് ചെയ്തിട്ട്. അപ്പോൾ കുഞ്ഞിതേ മാംഗോ കഴിക്കുകയാണ്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടിയും എല്ലായിടത്തുനിന്ന് പോയി നടന്ന്
ഇപ്പോൾ തിരിച്ചു പോകാൻ കേട്ടോ. തിരിച്ചു പോകുമ്പോൾ മോളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, സങ്കടമായിരുന്നു. ആൾ നമ്മുടെ കാറിന് പിന്നാലെ കുറച്ച് ദൂരം ഓടി വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പേടിയോ ഇനി കുറേ നേരം കാറിന് പിന്നാലെ ഓടുമെന്ന്. അത് നമുക്ക് ഭയങ്കര സങ്കടമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് തിരിച്ചു പോയേ. പിന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പ് പറ്റിച്ചതാണ് ഈ വഴി. ആ ഗൂഗിൾ മാപ്പ് നമുക്ക് ടാറിടാത്ത റോഡ് വഴിക്കുള്ള മാപ്പാണ് കാണിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സിഗ്നലിൽ ലോസ്റ്റായി. പിന്നെ നമുക്ക് കുറച്ച് പേടി തോന്നിയിട്ടാണ്. കാരണം സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എവിടെയെങ്കിലും ഫയർ ഉണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വഴി കിട്ടി. ഇതൊക്കെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നന്നായി ഇങ്ങനെ ഇറങ്ങി ഹിൽ സൈഡിലൂടെ നമുക്ക് മൊബൈലിൽ കാണുന്ന പോലെയൊന്നല്ല, നേരിട്ട് കണ്ടുകൊണ്ട് കാണുമ്പോൾ അതിലും ഭംഗിയാണ്. അങ്ങനെ നമ്മൾ മാർഗരറ്റ് റിവർ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയുടനെ ഞാൻ നല്ല ഗൂഗിൾ റിവ്യൂ ഒക്കെ ഉള്ള ഒരു നല്ലൊരു ലഞ്ചിനുള്ള സ്ഥലം കണ്ടുപിടിച്ചു കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സ്റ്റേക്കാണ് കഴിച്ചത്. കാരണം ഞാൻ നമ്മുടെ ഇപ്പോൾ ഒരു വെസ്റ്റേൺ റെസ്റ്റോറൻറ്റിലൊക്കെ കയറാന്ന് വെച്ചാൽ ഞാൻ കൂടുതലും സ്റ്റേക്കാണ് പ്രിഫർ ചെയ്യാറ്. കാരണം എനിക്ക് വേറെ ഒന്നും അധികം ഇഷ്ടപ്പെടില്ല. എനിക്ക് ഒരുപാട് ബട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊന്നും എനിക്ക് അധികം ഇഷ്ടമല്ല. പിന്നെ നമുക്ക് ബർഗറാണ് പിന്നെ വേറൊരു സേഫ് ഓപ്ഷൻ. അപ്പോൾ എനിക്ക് സ്റ്റേക്ക് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതാണ് ഓർഡർ ചെയ്തത്. കുഞ്ഞൊരു ബർഗർ ഓർഡർ ചെയ്തു. പിന്നെ ഏട്ടൻ എപ്പോഴും വെറൈറ്റി ട്രൈ ചെയ്യണം എന്നിട്ട് വെറൈറ്റി ട്രൈ ചെയ്യാൻ എടുക്കും, എന്നിട്ട് അത് കോളാവും കേട്ടോ. അപ്പോൾ ചിക്കൻ പെർമിയ അങ്ങനെ ഒരു സാധനമാണ് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല പേര്. പീ വെച്ചിട്ടായിരുന്നു പെർമീന്നോ ആയിരുന്നു. അത് ഒരു രസം ഉണ്ടായിരുന്നില്ലേ സത്യം പറയല്ലോ. സ്റ്റേക്ക് ഒരു സേഫർ ഓപ്ഷനാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിലും കഫേയിലൊക്കെ വന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യണം. പക്ഷേ നമ്മൾ അത്രയും വിശന്ന് വരുമ്പോൾ നമുക്കറിയുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുകയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു 1 ഡേ വെക്കേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.